സംഭവം ഒന്നൊന്നര ടീം ഗെയിം തന്നെ. എന്നാലും ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെതിരായ സെമി സ്പെയിൻ ജയിച്ചതിന് ക്രെഡിറ്റ് ഒരൊറ്റ താരത്തിന് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരുടെ പേര് പറയും? ഉറപ്പായും ആ പേരുകാരൻ സ്പാനിഷ് മധ്യനിരയുടെ എഞ്ചിനായ ക്യാപ്റ്റൻ റോഡ്രി ആയിരിക്കും. ജേഴ്സി ഇൻസൈഡ് ചെയ്ത് എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ മൈതാനത്തിറങ്ങുന്ന റോഡ്രിയുടെ പോക്കറ്റിലായിരുന്നു മത്സരത്തിലുടനീളം ഫ്രാൻസിന്റെ മധ്യനിര. റോഡ്രി പരുക്കനും അതേസമയം ക്രിയേറ്റീവുമായൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അതിനാൽ തന്നെ മൈതാനത്ത് റോഡ്രിയെ പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. ഇയാൾക്കെന്തിന് ബാലൻഡിയോർ കൊടുത്തുവെന്ന് മുമ്പ് ചോദിച്ചവരുണ്ട്. എന്നാൽ സൂക്ഷ്മമായി മത്സരം വീക്ഷിക്കുന്നവർക്ക് റോഡ്രിയോളം ഇമ്പാക്റ്റുള്ള മറ്റൊരു താരത്തെ ഒരു ടീമിലും കാണാനാവില്ല. സെമിയിൽ ഒലീസെ റോഡ്രിയുടെ മുന്നിലെത്തിയപ്പോൾ എലി പോലെയായി എന്നതാണ് വാസ്തവം. അതോടെ ഫിനിഷ് ചെയ്യാൻ പന്ത് കിട്ടാതെ എംബാപ്പിയും ഡെംബലയും വലഞ്ഞു. മത്സരത്തിലുടനീളം റോഡ്രിയുടെ പോക്കറ്റിൽ കറങ്ങാനായിരുന്നു ഒലീസയുടെ വിധി. കൈമൈ മറന്ന് തക്ക സമയത്ത് ഇന്റർസെപ്ഷനുകൾ, ഡിഫൻഡർമാരോടൊപ്പം 100% കവർ, ഓടി നടന്ന് ബോൾ റിക്കവറി, സ്ട്രൈക്കർമാർക്ക് പന്ത് കൊണ്ട് നിരന്തരം വഴി കാണിച്ചു കൊടുക്കൽ, കൊടുങ്കാറ്റ് വീശിയാലും ദിശ തെറ്റാത്ത പാസുകൾ, പ്ലേ മേക്കിംഗ്. വിരലിലെണ്ണാൻ കഴിയാത്തത്ര റോളുകളാണ് റോഡ്രി എന്ന റോഡ്രിഗോ ഫെർണാണ്ടസ് കാസ്കാന്തെ മൈതാനത്ത് ഒരേ സമയം നിർവഹിക്കുന്നത്. ഈ ലോകകപ്പിൽ സ്പെയിനിന്റെ ഏറ്റവും വലിയ കരുത്ത് മധ്യനിരയിൽ റോഡ്രി എന്ന ജീനിയസ് ആണ്.